മനുഷ്യനെ ദൈവങ്ങളാക്കാൻ ദൈവം മനുഷ്യനായി. സഭാപിതാവായ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ അത്തനേഷ്യസിൻ്റെ വാക്കുകളാണിവ. അതെ, സർവശക്തനായ ദൈവം പരിമിതമായ മനുഷ്യ ശരീരം എടുത്ത മഹാ എളിമയുടെ സന്ദേശമാണ് ഓരോ ക്രിസ്മസിനും പറയാനുള്ളത്. പ്രഭാഷകൻ്റെ പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം, ജ്ഞാനം എളിയവനെ ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. പുണ്യങ്ങളുടെ ഗണത്തിലെ രാജ്ഞിയാണ് എളിമ, എല്ലാ പുണ്യങ്ങളുടെയും ഇരിപ്പിടം. എളിമയുള്ളിടത്ത് മറ്റെല്ലാ പുണ്യങ്ങളും ഒരുമിച്ച് വരും. എളിമയെപ്പറ്റി സംസാരിക്കാൻ എളുപ്പമാണ്, എന്നാൽ ജീവിത സാഹചര്യങ്ങളിൽ എളിമപ്പെടാൻ അത്ര എളുപ്പമായിരിക്കില്ല താനും. ജീവിതത്തിൽ മനഃപൂർവ്വം എളിമപ്പെടുന്നവർക്കും തോറ്റുകൊടുക്കുന്നവർക്കുമെല്ലാം ദൈവത്തിൻ്റെ മനസ്സും മുഖവുമാണുള്ളത്. ദൈവം മാത്രമാണ് എൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞ് എളിമയുടെ പടികൾ ചവിട്ടിക്കയറിയ അൽഫോൻസാമയോടൊപ്പം നമുക്കും പറയാം, അങ്ങയെ മാത്രം ഞാൻ സ്നേഹിക്കുന്നു. ആകയാൽ എൻ്റെ ദൈവം അങ്ങയെയല്ലാതെ മറ്റെന്തെല്ലാം എനിക്ക് തന്നാലും ഞാൻ തൃപ്തിപ്പെടുകയില്ല. ആമേൻ.